ഞാൻ ഉണ്ടാക്കുന്നത് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഉപ്പേരിയാണ്. ഉപ്പേരികളിൽ വെച്ചിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു ഉപ്പേരിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. എനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു ഉപ്പേരി ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഏറ്റവും ആദ്യം തന്നെ ഞാൻ ചക്കക്കുരു എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു 10-15 ചക്കക്കുരു എടുത്തിട്ട് തൊലി കളഞ്ഞിട്ട് ഇതാ നീളത്തിൽ മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ സൈസിലല്ല, വേറെ ആ ചെറിയ ചെറിയ സൈസിൽ ഒന്ന് മുറിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഈ ഒരു നീളത്തിൽ വലിപ്പത്തിൽ മുറിച്ചെടുത്തു. പിന്നെ വേണ്ടുന്നത് ചേനയില. അപ്പോൾ ചേനയില ഞാൻ ഒരു പിടി ചേനയിലാണ് എടുത്തത്. അത് നന്നായി കഴുകിയിട്ട് വളരെ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടുന്നതാണ് ചിരവിയ തേങ്ങ 1/4 കപ്പ് എടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ പകുതി മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ അരി, ഉപ്പ്, പിന്നെ വെളുത്തുള്ളി അല്ലി 10 എണ്ണം എടുത്തിട്ടുണ്ട്. പച്ചമുളക് 4 എണ്ണമാണ് എടുത്തത്. അത് നമ്മൾക്ക് എരിവിനനുസരിച്ചിട്ട് എടുക്കാവുന്നതാണ്. ആദ്യം തന്നെ നമുക്ക് ഈ ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ അതിനായി ഞാൻ ഒരു കുക്കറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ആ ചക്കക്കുരു നേരിട്ട് വേവിക്കുന്ന സമയത്ത് കുറച്ച് ടൈം എടുക്കൂലേ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുക്കറിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചക്കക്കുരുവിന് ഉപ്പ് പിടിക്കൂലോ ഇപ്പോൾ ഉപ്പിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ. അപ്പോൾ ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് അതിന് പാകമായ വേവാൻ പാകത്തിനുള്ള വെള്ളം, അപ്പോൾ വെള്ളം കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കാവുന്ന. അപ്പോൾ ഇതെല്ലാം മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. വേവിച്ച് ഉടക്കണ്ട, ഒരു 2-3 വിസിലാകുമ്പോഴത്തേക്കും അത് നമുക്ക് ആവശ്യമായ രീതിയിലൊന്ന് വെന്ത് കിട്ടും. അപ്പോൾ ഇതൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഇതാ ചക്കക്കുരു എല്ലാം വെന്തൊടയാതെ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിനെ നമ്മൾക്ക് ഒരു ഭാഗത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം. നമ്മൾക്ക് ഉപ്പേരി ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പോൾ അതിനായി ഞാൻ ഇതുപോലത്തെ ഒരു കടായി ഒന്ന് ചൂടാവാൻ വെച്ചിട്ടുണ്ട്. ചൂടായതിനു ശേഷം നമ്മൾക്ക് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ പാത്രം നന്നായി ചൂടായിട്ടുണ്ട്. ചൂടായെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ നോക്കിയാൽ മതി, അതിലേക്ക് കൈ കുത്തരുത് കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണ കൂടി ഒന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് ഈ അരി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ അരിയാണ് ഇതുള്ളത്. അതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിന് നമുക്കൊന്ന് നന്നായി ഒന്ന് പൊരിഞ്ഞ് ഒന്ന് വീർത്ത് വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ അരിമണിയെല്ലാം നന്നായി പൊരിഞ്ഞ് വീർത്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. ഇത് നേരത്തെ എനിക്ക് പറയാൻ വിട്ടുപോയതാണ്. അപ്പോൾ 4 വറ്റൽമുളക് കൂടി ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അതിന് ശേഷം നമ്മൾക്ക് നേരത്തെ നമ്മൾ ചതച്ച് വെച്ച വെളുത്തുള്ളി, പച്ചമുളക്, തേങ്ങ, മഞ്ഞൾപ്പൊടി, അപ്പോൾ അതെല്ലാം ചേർത്ത് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നമുക്കൊന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായി ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഈ മസാല മിക്സെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾക്ക് ചെറുതായി മുറിച്ച് വെച്ച ഈ ചേനയില്ലേ, അത് നമുക്ക് ഇതിലേക്കൊന്ന് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ എല്ലാം ഒരുമിച്ച് ഇട്ട് കൊടുത്ത് നമുക്ക് ഇളക്കാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ടിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവുക. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് ഇതിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ ഇതാ ചേനയെല്ലാം ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ചേനയിലേക്ക് ഉപ്പ് വേണ്ടേ, അപ്പോൾ അതിൻ്റെ പേരിൽ ഞാൻ കല്ലുപ്പ് പൊടിച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് കൂടി പോകരുത്. അപ്പോൾ കൂടിപ്പോയത് ഉപ്പേരി ആയതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ചാറ് കറിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടിപ്സ് ഉപയോഗിച്ചിട്ട് ഉപ്പ് കുറക്കാൻ പറ്റും. അപ്പോൾ ഇതായതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല ഉപ്പ് കുറഞ്ഞാൽ. അപ്പോൾ ചേനയിലേക്ക് കുറച്ചധികം നമ്മളെ ചീരന മാതിരി അല്ലല്ലോ, കുറച്ചധികം വേവുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് ചെറിയ തീയിലിട്ടിട്ട് തന്നെ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതെല്ലാം ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കി ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാൻ മറന്നേക്കരുത്. അപ്പോൾ ഇതാ അതിൻ്റെ ഇടയിൽ ആ ചക്കക്കുരു വേവിച്ച വെള്ളമില്ലേ, അത് ഇതിൻ്റെ മേളിലേക്കൂടെ ഒന്ന് തെളിച്ച് കൊടുക്കുന്നുണ്ട്. നല്ലൊരു രുചിയാണ് കേട്ടോ. ചക്കക്കുരു വേവിച്ച വെള്ളം ആരും കളയരുതേ. അപ്പോൾ ഇതുപോലെ ഒന്ന് തെളിച്ച് കൊടുത്താൽ നല്ലൊരു രുചിയായിരിക്കേ. അപ്പോൾ ഇതൊന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാൻ മറക്കല്ലേ, അല്ലെങ്കിൽ ഇതാ
ഇവിടെ ഇങ്ങനെ കരിഞ്ഞു പിടിക്കും. അപ്പോൾ ഉപ്പേരി ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ ചേനയിലെല്ലാം നന്നായി വെന്തിട്ടുണ്ട്. കണ്ടില്ലേ, ഇതിലൊന്നും ഒരു തുള്ളി വെള്ളമില്ല, എല്ലാം വറ്റിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഞാൻ കാര്യമായിട്ടൊന്നും ഒഴിച്ചു കൊടുത്തിട്ടൊന്നുമില്ല. ആ ചക്കക്കുരു ഒഴിച്ച വെള്ളം ഒരു 3-4 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ച ചക്കക്കുരു ഇട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ചീര, അതുപോലെ തന്നെ ചുവന്ന ചീര, പച്ച ചീര, അതുപോലെ തന്നെ മുരിങ്ങയില, പിന്നെ നമ്മുടെ മത്തൻ്റെ ഇലയില്ലേ അത്, അങ്ങനെയെല്ലാം ഇട്ടിട്ട് ഈ ചക്കക്കുരു മിക്സ് ചെയ്തിട്ട് വെക്കാവുന്നതാണ്. ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതാ ചക്കക്കുരുവിലിട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് 1 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ഉപ്പേരിയെല്ലാം സെറ്റായി വന്നിട്ടുണ്ട്. ഇതിന് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. അപ്പോൾ എല്ലാവരും സെർവിങ് ബൗളിലേക്ക് ഒന്ന് മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചക്കക്കുരു ചേന ഇലയും ഉപ്പേരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ചക്കക്കുരു എല്ലാം ഇഷ്ടം പോലെ കിട്ടുന്ന സമയമല്ല ഇപ്പോൾ, അതുപോലെ തന്നെ ചേന ഇലയും ഉണ്ടാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉപ്പേരി ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും അറിയിക്കാൻ മറക്കരുതേ. അതുപോലെ തന്നെ വീഡിയോ കാണുന്ന സമയത്ത് മറക്കാതെ മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതാ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.